സ്വദേശിനി മായ ഗോയിയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന് പ്രതിയായ കണ്ണൂർ സ്വദേശി ആരവ് ഹനോയുടെ മൊഴി. നവംബർ 24-ന് അർദ്ധരാത്രിയോടെയാണ് മായയെ കൊലപ്പെടുത്തിയത്. തുടർന്ന് മുറിയിലെ ഫാനിൽ കെട്ടിത്തൂങ്ങാൻ ശ്രമിച്ചു. എന്നാൽ കുരുക്ക് മുറുകാതിരുന്നതിനാൽ ശ്രമം ഉപേക്ഷിച്ചുവെന്നും ആരവ് മൊഴി നൽകി. മായയ്ക്ക് മറ്റാരോടോ അടുപ്പമുണ്ടെന്ന സംശയമാണ് കൊലയ്ക്ക് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കെ വി ബൈജു വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, എന്താണ് ഇയാൾ നൽകിയ മൊഴി? ഏതൊക്കെ തരത്തിലാണ് ഈ അരും കൊല ഇയാൾ നടത്തിയത്? രഞ്ജിത്ത്, അതിനു മുമ്പ് ഇതിൽ ഏറ്റവും പുതുതായി ലഭിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്നത് ഈ കോടതിയിൽ ഹാജരാക്കിയ പ്രതി ആരവിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നു എന്നത് തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനം. പോലീസിനെ കൂടുതൽ ഇയാളിൽ നിന്നും മൊഴി രേഖപ്പെടുത്താനുണ്ട്. ഇയാളുടെ ചോദ്യം ചെയ്തതിൽ ഇന്നലെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇയാൾ മൊഴി മാറ്റി മാറ്റി പറയുന്നതായാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നു. ഇപ്പോൾ പ്രതിയെ കോടതി പോലീസിന് കസ്റ്റഡിയിൽ നൽകിയിരിക്കുന്നതാണ് ഏറ്റവും പുതിയ വിവരം. ഏതായാലും ഈ പ്രതി കടുത്ത വിഷാദ രോഗത്തിന് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ യുവതിയുമായി മായയുമായി 6 മാസത്തെ ബന്ധമാണ്. ഡേറ്റിംഗ് ആപ്പ് വഴിയാണ് ഇവർ പരിചയപ്പെടുന്നത്. 6 മാസത്തെ ബന്ധം മാത്രമാണ് ഇവർ തമ്മിലുള്ളത്. ഇവർ തമ്മിലുണ്ടായ അഭിപ്രായ ഭിന്നതയിൽ തുടർന്നുണ്ടായ കലഹമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചെന്നാണ് പോലീസ് പറയുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിനുശേഷം ഈ ആരവ് ആത്മഹത്യക്കും ശ്രമിച്ചിരുന്നു. ഇതേ കയർ ഉപയോഗിച്ചായിരുന്നു ഈ ഫാനിന് കെട്ടി തൂങ്ങാനുള്ള ഒരു ശ്രമം നടന്നത്. പക്ഷേ കുരുക്ക് മുറുകാത്തതിനെ തുടർന്ന് ഇയാൾ ആ ശ്രമം പിന്മാറുകയായിരുന്നു. ഏതായാലും 23-ാം തീയതിയാണ് ഈ സർവീസ് അപ്പാർട്ട്മെന്റിൽ ഇവർ മുറിയെടുക്കുന്നത്. ആ CCTV ദൃശ്യമാണ് പോലീസിന് ലഭിച്ചത്. അതിനുശേഷം 24-ാം തീയതി അർദ്ധരാത്രിയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് ഈ പ്രതി സമ്മതിച്ചിട്ടുണ്ട്. കൊലപാതകം നടത്തിയതിനു ശേഷം 36 മണിക്കൂറോളം ഇതേ മുറിയിൽ ഈ ആരവ് കഴിയുന്നു. ഭക്ഷണമൊക്കെ ഓൺലൈനായി ഓർഡർ ചെയ്ത് ഈ മുറിയിലകത്ത് നിന്ന് തന്നെ കഴിക്കുന്നു. അതിനുശേഷം 26-ാം തീയതി രാവിലെ 8:30-ന് ഇവിടെ നിന്നും ഒരു യൂബർ ടാക്സിയിൽ മജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിൽ പോവുകയും പിന്നീട് അവിടെ നിന്നും ഉത്തരേന്ത്യയിലേക്ക് അടുക്കുകയാണ് ചെയ്തിരുന്നത്. ഇയാൾ വാരണാസിയിലേക്കാണ് പോയത്. പിന്നീട് ഇയാൾ വാരണാസിയിൽ എത്തിയപ്പോഴാണ് ഇയാൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തതും ഈ മുത്തശ്ശനെ വീട്ടിലേക്ക് വിളിക്കുന്നു. അപ്പോൾ മുത്തശ്ശനാണ് ഇത്തരത്തിൽ പോലീസിൽ കീഴടങ്ങണമെന്ന് ആവശ്യപ്പെട്ടത്. ഏതായാലും താൻ കീഴടങ്ങാൻ തയ്യാറാണെന്ന് പിന്നീട് മുത്തശ്ശനോട് സമ്മതിക്കുകയും പിന്നീട് പോലീസുമായി ഇത്തരത്തിൽ ആശയവിനിമയം നടത്തിയതിനു ശേഷമാണ് ദേവനഹള്ളി എന്ന് പറയുന്ന സ്ഥലത്ത്, ബംഗളൂരുവിലെ എയർപോർട്ടിന് റോഡിലുള്ള ദേവനഹള്ളി എന്ന സ്ഥലത്ത് വെച്ചാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് പോലീസ്. പിന്നീട് ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്രയും വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. പക്ഷെ അപ്പോഴും പോലീസിന് ഇനി കൂടുതൽ ഇയാളെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. 21 വയസ്സുകാരനായ ഇയാളുടെ ഈ ആരവിന്റെ ഫോൺ കോൾ പരിശോധിച്ചതിൽ നിന്നും കഴിഞ്ഞ 6 മാസമായി ഇയാൾ ഈ മായയുമായി മാത്രമേ ഏതെങ്കിലും തരത്തിൽ ആശയവിനിമയം നടത്തിയിട്ടുള്ളൂ. ടെലിഫോൺ കോളുകൾ വിളിച്ചിട്ടുള്ളൂ. മണിക്കൂറുകളോളം ഇത്തരത്തിൽ മായയുമായി സംസാരിച്ചതിന്റെ രേഖകളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇയാൾക്ക് അടുത്ത സംശയമുണ്ടായിരുന്നു ഇയാൾ മറ്റൊരാളുമായി ഈ മായയ്ക്ക് ബന്ധമുണ്ടെന്ന തരത്തിലുള്ള. അതൊക്കെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചു. വളരെ ഹീനമായ ഒരു കൊലപാതകമായിരുന്നു. ഈ പ്ലാസ്റ്റിക് കയറ് കഴുത്തിന് മുറുക്കിയതിനു ശേഷം ഈ കത്തി ഉപയോഗിച്ച് പലതവണ കുത്തി ആയിരുന്നു ഈ കൊലപാതകം നടത്തിയത്. നെഞ്ചിലേറ്റ ആഴത്തിലുള്ള മുറിവാണ് ഈ മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുണ്ട്. ഏതായാലും ഇയാൾ 23-ാം തീയതി മുറിയെടുക്കുന്നു. 24-ാം തീയതിയാണ് ഇയാൾ ഈ വസ്തുക്കൾ, ഈ കൊല്ലാൻ ഉപയോഗിച്ച കത്തിയും അതുപോലെ തന്നെ കയറും ഓൺലൈൻ വഴി വാങ്ങുന്നത്. അതിനുശേഷം ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഇയാൾ 26-ാം തീയതി ഇവിടെ നിന്നും രക്ഷപ്പെടുന്ന സാഹചര്യമുണ്ട്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തലവേദനയുള്ള ഒരു കേസാണ്. കാരണം ആസാം സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സമ്മർദ്ദം, ഒപ്പം കേരളത്തിൽ നിന്നുള്ള പ്രതി, തോട്ടട സ്വദേശിയായ പ്രതിയാണ് ഇത്. അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധിയായിരുന്നു ഈ അന്വേഷണം. തീർച്ചയായും അങ്ങനെ പോലീസ് യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. കെ വി ബൈജു വിവരങ്ങൾ പങ്കുവെക്കുന്നു. അസം സ്വദേശി മായ ഗോയിയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന പ്രതിയുടെ മൊഴി, ആരവ് ഹനോയുടെ മൊഴി ഇപ്പോൾ പുറത്തുവന്ന പശ്ചാത്തലം കൂടി ചേർത്ത് വായിക്കണം. സ്പോട്ട് ലൈവ് പൂർണ്ണമാവുകയാണ്. ഇനി ന്യൂസ് അപ്ഡേറ്റ്സുമായി TG സജിത്ത്.